ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാക്സ് അപ്ഡേറ്റ്സ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പോസിഷൻ ഡീലേഴ്സിനെ കുറിച്ചാണ്. എന്താണ് കോമ്പോസിഷൻ സ്കീം, ആർക്കെല്ലാം ഇത് ഓപ്റ്റ് ചെയ്യാം, അതിന്റെ റിട്ടേൺ ഫയലിംഗ് എന്നിവയെ കുറിച്ചാണ് ഒരു വീഡിയോയിലൂടെ ഞാനത് വിശദീകരിക്കാം. കോമ്പോസിഷൻ അണ്ടർ GST. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹു ക്യാൻ ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം, ആർക്കെല്ലാമാണ് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുക, ഹു കാനോട്ട് ഓപ്റ്റ് കോമ്പോസിഷൻ, what are the conditions, how can a taxpayer opt composition, what documents should composition dealer issue while making a supply, what are the GST rates, how should GST payments made by a composition dealer, what are the returns to be filed by a composition dealer, what are the advantages and what are the disadvantages, invalidity, ineligible. ഇത്രയും ക്രൈറ്റീരിയകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഹു ക്യാൻ ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം, ആർക്കെല്ലാമാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. പ്രൊവിഷൻ റിലേറ്റഡ് ടു കോമ്പോസിഷൻ ലെവി ഹാസ് ബീൻ പ്രൊവൈഡഡ് അണ്ടർ ദ സെക്ഷൻ 10 ഓഫ് ദി സെൻട്രൽ GST ആക്ട് 2017 പറയുന്നത് ഹുസ് ടേൺ ഓവർ ഈസ് ബിലോ 1.5 crore. പ്രീവിയസ് ഇയറിൽ 1.5 കോടിയിൽ താഴെയാണ് അവർ ടേൺ ഓവർ എങ്കിൽ ക്യാൻ ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം. ഇൻ കേസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഹിമാചൽ പ്രദേശ് ഇൻ ദ ലിമിറ്റ് നൗ ഇൻ 75 lakh. ഹിമാചൽ പ്രദേശിലും മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലും 75 ലക്ഷമാണ് അതിൻ്റെ പരിധി വെച്ചിരിക്കുന്നത്. ആസ് പെർ CGST അമെൻമെൻറ്റ് ആക്ട് 2018 എ കോമ്പോസിഷൻ ഡീലർ ക്യാൻ ആൾസോ സപ്ലൈ സർവീസ്. ഇതിൻ്റെ തുടക്കത്തിൽ സർവീസിന് നമുക്ക് കോമ്പോസിഷൻ സ്കീം അനുവദിച്ചിരുന്നില്ല. പക്ഷേ ഒരു കോമ്പോസിഷൻ ഡീലർക്ക് സർവീസും കൂടി ആഡ് ചെയ്യാം ടു ആൻ എക്സ്റ്റെൻറ്റ് ഓഫ് റുപ്പീസ് ഓഫ് 10% ഓഫ് ടേൺ ഓവർ. അവരുടെ ടേൺ ഓവറിൻ്റെ ഒരു 10% ഓർ 5 lakh, 5 ലക്ഷം, വിച്ച് എവർ ഈസ് ഹയർ, ഏതാണ് കൂടുതൽ അത്രയും വരെ നമുക്ക് സർവീസും കൂടി അനുവദിച്ചിട്ട് 2018 ഒരു അമെൻമെൻറ്റ് കോമ്പോസിഷൻ സ്കീമിൽ കൊണ്ടുവന്നിരുന്നു. അതുകൂടാതെ വന്നിരുന്ന ഒരു അമെൻമെൻ്റ് ആണ് 32 GST കൗൺസിൽ മീറ്റിംഗ് പ്രകാരം 2019 സർവീസിനും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം എന്നൊരു നിയമം കൊണ്ടുവന്നു. അവർ ത്രഷോൾഡ് ലിമിറ്റ് 50 ലക്ഷമാണ്. ഒരു ട്രേഡർക്കോ മാനുഫാക്ചർക്കോ 1.5 കോടിയാണെങ്കിൽ സർവീസിന് 50 ലക്ഷം വരെ ടേൺ ഓവറുള്ള ഒരു സർവീസിനും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടി എന്ന് പറയുമ്പോൾ എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ വരിക എന്ന് നോക്കാം. ഓൾ ടാക്സബിൾ സപ്ലൈസ്, എക്സ്പോർട്ട്, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ, നോൺ ടാക്സബിൾ, എക്സെംപ്റ്റ് സപ്ലൈ, നീൽ റേറ്റഡ്, ഇവയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമുള്ള ഏതെങ്കിലും ടേൺ ഓവർ ഉണ്ടെങ്കിൽ അത് കുറച്ച് കിട്ടുന്നതാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഹു കനോട്ട് ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം, ആർക്കെല്ലാമാണ് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത്. ദ ഫോളോയിങ് പീപ്പിൾസ് കനോട്ട് ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം: മാനുഫാക്ചർ ഓഫ് ഐസ്ക്രീം, പാൻ മസാല ഓർ ടുബാക്കോ, എ പേഴ്സൺ മേക്കിംഗ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, a casual taxable person or a non-residential taxable person, business which supply goods through an e-commerce operator. അപ്പോൾ ഒരു ഐസ്ക്രീം മാനുഫാക്ചർ ചെയ്യുന്നവർ അല്ലെങ്കിൽ പാൻ മസാല അല്ലെങ്കിൽ ടുബാക്കോ മാനുഫാക്ചേഴ്സിന് ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇൻഡസ്ട്രേറ്റ് സപ്ലൈ ചെയ്യുന്നവർക്ക് പറ്റില്ല, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ പറ്റില്ല, ഇ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് അവൈലിംഗ് കോമ്പോസിഷൻ സ്കീം? കോമ്പോസിഷൻ സ്കീം കിട്ടുമ്പോൾ നമുക്കുള്ള ഒരു കണ്ടീഷൻസ് എന്താണ്? നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ബൈ എ ഡീലർ ഓപ്റ്റിംഗ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീമുള്ളവർക്ക് ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അവരെ കോമ്പോസിഷൻ പ്രകാരമുള്ള ടാക്സ് റേറ്റ് എത്രയാണോ, 1% അല്ലെങ്കിൽ 3% എത്രയാണോ അത് കൊടുക്കുക. അതിന് ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ദ ടാക്സ് പേയേഴ്സ് ഹാസ് ടു പേ ടാക്സ് അറ്റ് നോർമൽ റേറ്റ് ഫോർ ട്രാൻസാക്ഷൻ അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഏതെങ്കിലും റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമുള്ള ഏതെങ്കിലും ഇൻപുട്ട് വരികയാണെങ്കിൽ അതിൻ്റെ നോർമൽ റേറ്റ് എത്രയാണോ അത് ഈ കോമ്പോസിഷൻ ഡീലർ അടയ്ക്കേണ്ടതാണ്. ഇഫ് എ ടാക്സബിൾ പേഴ്സൺ ഹാസ് ഡിഫറെൻറ്റ് സെഗ്മെന്റ് ഓഫ് ബിസിനസ് സച്ച് എസ് ടെക്സ്റ്റൈൽ, ഇലക്ട്രോണിക് ആക്സസറീസ്, ഗ്രോസറീസ് അണ്ടർ ദ സെയിം പാൻ, ദേ മസ്റ്റ് രജിസ്റ്റർ ഓൾ സച്ച് ബിസിനസ് അണ്ടർ സ്കീം കളക്റ്റീവ്ലി ഓർ ഓപ്റ്റ് ഔട്ട് ഓഫ് ദി സ്കീം. അതായത് ഒരു റെഗുലർ സ്കീമിലുള്ള ഒരാൾക്ക് കോമ്പോസിഷൻ സ്കീമോ രണ്ടും കൂടി അനുവദിക്കില്ല. അവർ റെഗുലർ ആണെങ്കിൽ ഈ കോമ്പോസിഷൻ ഡീലറെ റെഗുലറിലേക്ക് തന്നെ കൊണ്ടുവരും വരും. അതല്ല കോമ്പോസിഷൻ ആണെങ്കിൽ റെഗുലർ ഉള്ളതിന് കോമ്പോസിഷൻ കൊണ്ടുവരും. അപ്പോൾ കളക്റ്റീവ്ലി ഏതെങ്കിലും ഒന്നാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ദ ടാക്സ് പേയേഴ്സ് ഹാസ് ടു മെൻഷൻ ദ വേർഡ്സ് കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ ഓൺ എവറി നോട്ടീസ്
ഓർ സൈൻ ബോർഡ് ഡിസ്പ്ലേഡ് പെർമനൻ്റ്ലി അറ്റ് ദ പ്ലേസ് ഓഫ് ബിസിനസ്. ആ ബിസിനസ്സിൽ കോമ്പോസിഷൻ ടാക്സിബിൾ പേഴ്സൺ എന്ന് വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ടാക്സ് പേഴ്സൺ ഹാസ് ടു മെൻഷൻ ദ വേർഡ് കോമ്പോസിഷൻ ടാക്സിബിൾ പേഴ്സൺ എവറി ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂഡ് ബൈ ഹിം. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിൽ കോമ്പോസിഷൻ ടാക്സിബിൾ പേഴ്സൺ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹൗ ക്യാൻ എ ടാക്സ് പെയർ ഓപ്റ്റ് ഫോർ കോമ്പോസിഷൻ സ്കീം? എങ്ങനെയാണ് കോമ്പോസിഷൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുക? ടു ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം എ ടാക്സ് പെയർ ഹാസ് ഫിൽ GST CMP 02 with the government. This can be done online by logging into GST portal. This intimation should be given at the beginning of the every financial year for a dealer wanting to opt composition scheme. ഒരു റെഗുലർ സ്കീമിലുള്ള ആൾക്ക് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറണമെങ്കിൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം മാർച്ച് മാസത്തിലാണ് നമുക്ക് ഇതിലേക്ക് പോകാൻ സാധിക്കുക. അല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് CMP 02 ഫോം ഫില്ല് ചെയ്താൽ, ഓൺലൈനായിട്ട് ഫില്ല് ചെയ്താൽ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. റെഗുലർ ടാക്സിബിൾ പേഴ്സൺ ക്യാൻ ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം അപ്ലൈ ഓഫ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. എല്ലാ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ് കോമ്പോസിഷൻ സ്കീമിലേക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കോമ്പോസിഷൻ ഡീലേഴ്സ് ബിൽ ഫോർമാറ്റ്. A composition dealer cannot issue a tax invoice. This is because a composition dealer cannot charge tax from their customer. ഒരു കോമ്പോസിഷൻ ഡീലർക്ക് കസ്റ്റമറിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. They need to pay out of their own pocket. Hence, the dealer has to issue bill of supply. ഒരു കോമ്പോസിഷൻ ഡീലർ ഇഷ്യൂ ചെയ്യേണ്ട ബിൽ ഫോർമാറ്റ് ബിൽ ഓഫ് സപ്ലൈ ആണ്. The dealer should also mention composition taxable person not eligible for collect tax on supplies at the top of the bill of supply. ആ ബിൽ ഓഫ് സപ്ലൈയിൽ കോമ്പോസിഷൻ ടാക്സിബിൾ പേഴ്സൺ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഓൺ സപ്ലൈസ് എന്നുള്ള വാക്കുകൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. വാട്ട് ആർ ദ GST റേറ്റ്സ് ഫോർ എ കോമ്പോസിഷൻ ഡീലർ? നമുക്കറിയാം മാനുഫാക്ചേഴ്സ് ആണെങ്കിൽ 0.5 1%. ഇതാണ് നമ്മൾ നോക്കുന്ന പെർസെൻറ്റേജ്. CGST 0.5, SGST 0.5. കാറ്ററിങ്സിനാണെങ്കിൽ 2.5 5% ആണ് കാറ്ററിങ്സിന്. ട്രേഡേഴ്സിന് 0.5 1%. അപ്പോൾ മാനുഫാക്ചേഴ്സിനും ട്രേഡേഴ്സിനും ഒരേ പെർസെൻറ്റേജ് തന്നെയാണ്. നമ്മൾ പറഞ്ഞു 2019 സർവീസിന് കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാൻ 50 ലക്ഷം വരെയുള്ള ടേൺ ഓവർ ഉള്ളവർക്ക് സർവീസിന് ഓപ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിരുന്നു. അവർക്ക് 3% CGST, 3% SGST, അങ്ങനെ 6% സർവീസിന്റെ റേറ്റ്. ഹൗ ഷുഡ് GST പേയ്മെന്റ് ബി മെയ്ഡ് ബൈ എ കോമ്പോസിഷൻ ഡീലർ? എങ്ങനെയാണ് ഒരു കോമ്പോസിഷൻ ഡീലർ തന്റെ പേയ്മെന്റ് നടത്തുന്നത്? GST പേയ്മെന്റ് ഹാസ് ടു മെയ്ഡ് ഔട്ട് ഓഫ് ദി പോക്കറ്റ് ഫ്രം ദി സപ്ലൈസ്. ദ GST പേയ്മെന്റ് ടു ബി മെയ്ഡ് ബൈ എ കോമ്പോസിഷൻ ഡീലർ കംപ്രൈസ് ദ ഫോളോയിങ്: GST സപ്ലൈസ് മെയ്ഡ്, ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ്, ഫോം ഓഫ് GST CMP 08. അതായത് അവർ സപ്ലൈ ചെയ്യുന്ന എമൗണ്ടിനും റിവേഴ്സ് ചാർജും ഈ രണ്ടും അടയ്ക്കുന്ന ഫോം CMP 08 എന്ന ഫോമിലൂടെയാണ് ഈ പേയ്മെന്റ് നടത്തേണ്ടത്. വാട്ട് ആർ ദ റിട്ടേൺസ് ടു ബി ഫൈൽഡ് ബൈ എ കോമ്പോസിഷൻ ഡീലർ? എ ഡീലർ ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ ക്വാർട്ടർലി സ്റ്റേറ്റ്മെന്റ് CMP 08 ബൈ 18th month ഓഫ് ആഫ്റ്റർ എൻഡ് ഓഫ് ദി ക്വാർട്ടർ. ഓരോ ക്വാർട്ടറിലും കഴിയുമ്പോൾ പിന്നത്തെ വരുന്ന മാസത്തിൽ 18ാം തീയതിക്കുള്ളിൽ CMP 08 എന്നുള്ള അതിൻ്റെ ഒരു പേയ്മെന്റ് ആണ് നമ്മൾ ആദ്യം നടത്തുന്നത്. എ റിട്ടേൺ ഇൻ ദ ഫോം GST-4 ഓഫ് ദി ഫൈൽഡ് ആനുവലി ദ 30th April ഓർ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ 2 ഫോമുകളാണുള്ളത്. എല്ലാ ക്വാർട്ടറിലെയും CMP 08 എന്നുള്ളൊരു പേയ്മെന്റ് ഫോമും എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ഈ 4 ക്വാർട്ടറിലെയും കൂടിയിട്ടുള്ള പർച്ചേസും എല്ലാം അടങ്ങിയ ഇവർ ആനുവൽ റിട്ടേൺ GST-4 ഒരു കോമ്പോസിഷൻ ഡീലർ ഫയൽ ചെയ്യേണ്ട GST റിട്ടേൺസ്. നമുക്കറിയാം ഇതാണ് CMP 08 ഒരു ഫോർമാറ്റ്. ഔട്ട്വേർഡ് സപ്ലൈ നമ്മൾ കാണിക്കുന്നു, അതിൻ്റെ CGST SGST കാണിക്കുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊസീഡിയർ ഇതാണ് ഇതിൻ്റെ ഒരു CMP 08 നമ്മൾ GST പോർട്ടലിൽ കാണുന്ന ഫോം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോമ്പോസിഷൻ സ്കീം? The following are the advantages of the registered under composition scheme. Lesser complaints, അതായത് റിട്ടേൺസ് നമുക്ക് 3 മാസം കൊണ്ട് ഫയൽ ചെയ്താൽ മതി. മെയിൻറ്റെയിനിങ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇഷ്യൂവൻസ് ഓഫ് ഇൻവോയ്സ് നമുക്ക് കുറച്ചും കൂടി റെഗുലൈസ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റഡ് ടാക്സ് ലയബിലിറ്റി, അതായത് നമുക്ക് ടേൺ ഓവറിൻ്റെ 1% ആണെങ്കിൽ അതിൻ്റെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. 1 ലക്ഷം രൂപ വരെ നമുക്ക് ടേൺ ഓവർ തന്നാൽ 1000 രൂപയാണ് അതിൻ്റെ ടാക്സ് 1% ആണെങ്കിൽ. അപ്പോൾ ടാക്സ് ലയബിലിറ്റി ലിമിറ്റഡ് ആണ്.
സിമ്പിൾ റിട്ടേൺ ഫോം നമുക്ക് പറഞ്ഞു ക്വാർട്ടറിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. 4 റിട്ടേണുകൾ, മൊത്തം 5 റിട്ടേൺ വരും. 4 CMP0 ഒരു GSTR4, ആകെ 5 റിട്ടേൺ മാത്രമാണ് കോമ്പോസിഷൻ ഡീലർക്ക് വരുന്നുള്ളൂ. സിമ്പിൾ കാൽക്കുലേഷൻ നമുക്കറിയാം, ടേൺ ഓവറിൻ്റെ 1%, അല്ലെങ്കിൽ 5%, സർവീസ് ആണെങ്കിൽ 5%, സർവീസ് മറ്റ് സർവീസ് ആണെങ്കിൽ 6%. അപ്പോൾ കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. ടാക്സ് റേറ്റ്സ് ആർ എ ലോവർ റേറ്റ്, 1%, 3%, 5%. വളരെ റേറ്റ് ഓഫ് ടാക്സ് വളരെ കുറവാണ്. ഫ്ലഡ്സസ് ഇല്ല. ഇപ്പം നമ്മൾ കേരള ഡീലേഴ്സ് ആണെങ്കിൽ B2C കസ്റ്റമേഴ്സിന് ഫ്ലഡ്സസ് ഉണ്ട്, പക്ഷേ കോമ്പോസിഷൻ ഡീലർക്ക് ഫ്ലഡ്സസ് ഇല്ല. ലിമിറ്റഡ് സർവീസ് ആൾസോ അപ്ലിക്കബിൾ. നമുക്ക് ഒരു സർവീസും കൂടി, ഇപ്പോൾ ഒരു ട്രേഡർ ആണെങ്കിൽ അവർക്കൊരു സർവീസും കൂടി നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ കോമ്പോസിഷൻ ഡീലേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോമ്പോസിഷൻ സ്കീം എന്ന് വെച്ചാൽ ലിമിറ്റഡ് ടെറിട്ടറി ഓഫ് ബിസിനസ്, അതായത് നമുക്ക് കേരളത്തിനുള്ളിൽ മാത്രമാണ് കോമ്പോസിഷൻ ഡീലർക്ക് സർവീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോമ്പോസിഷൻ സ്കീമിൽ നമ്മൾ ഔട്ടാവും. അപ്പോൾ ലിമിറ്റഡ് ടെറിട്ടറിയിലാണ് ഈ ബിസിനസ് നടക്കുള്ളൂ. നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്സ് അവൈലബിൾ ഓഫ് ദി കോമ്പോസിഷൻ ഡീലേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇൻപുട്ട് ടാക്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ടാക്സ് നമുക്ക് ഇൻപുട്ടായിട്ട് ലഭിക്കില്ല. നമ്മുടെ സെയിൽസിൻ്റെ ടാക്സ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് അടയ്ക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ഉള്ളത്. Validity of composition levy scheme. A person opting for the composition levy scheme can continue to tax under the said scheme as long as they satisfy the eligibility criteria and condition related to the scheme and do not require to file fresh application every year. അതായത് നമ്മൾ പറയുന്നു 1.5 കോടിയാണ് ഇതിൻ്റെ ടേൺ ഓവർ ലിമിറ്റ്. ആ ക്രൈറ്റീരിയ നിൽക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ ചില മാനുഫാക്ചേഴ്സ് ഐസ്ക്രീമുകൾ മാനുഫാക്ചേഴ്സിനൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ക്രൈറ്റീരിയ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇതിൻ്റെ വാലിഡിറ്റി നിലനിൽക്കുന്നതാണ്. ഓരോ വർഷവും ഫ്രഷ് ആയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യവുമില്ല. കണ്ടീഷൻ വിച്ച് മേ റെൻഡർ എ പേഴ്സൺ ഇന്നെലിജിബിൾ ഫോർ ദി സ്കീം. എപ്പോഴാണ് ഈ കോമ്പോസിഷൻ സ്കീമിൽ ഇന്നെലിജിബിൾ ആയിട്ട് വരുന്നത്? A person is ineligible for the scheme if he wrongly opt of the scheme. His turnover exceed 1.5 crore. അതായത് 1.5 കോടിയിൽ മേലെ പോകുന്ന ഒരവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എലിജിബിൾ അല്ലാത്ത ഒരാൾ ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, he contravenes eligibility criteria or any of the conditions of the scheme. കോമ്പോസിഷൻ സ്കീമിൻ്റെ ക്രൈറ്റീരിയ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ സാധിക്കാത്ത എല്ലാവരും ഇതിൽ നിന്ന് അവർക്ക് ഇന്നെലിജിബിൾ ആണ് ഈ സ്കീമിൽ നിന്ന്. റിലേറ്റഡ് റൂൾസ് അണ്ടർ ദിസ് കോമ്പോസിഷൻ റൂൾ. കോമ്പോസിഷന് നമുക്ക് ഇതിനോട് അനുബന്ധിച്ച റൂളുകൾ ഏതെല്ലാമാണ്? റൂൾ നമ്പർ 3, 4, 5, 6, 7 ഇത്തരം റൂളുകളാണ് ഈ കോമ്പോസിഷൻ്റെ. നമുക്കറിയാം GST ആക്റ്റും റൂളും അടങ്ങിയതാണ് GST എന്ന് പറയുന്ന ഈ സെക്ഷൻസ്. അപ്പോൾ ഈ GST ആക്റ്റിൽ സെക്ഷൻ 10ലാണ് കോമ്പോസിഷൻ ഡീലറെ കുറിച്ച് നമ്മൾ പറയുന്നത്. അതിനോടനുബന്ധിച്ച റൂളുകൾ അതാണ് റൂൾ നമ്പർ 3. റൂൾ 3 CGST റൂൾ ഇൻറ്റിമേഷൻ ഓഫ് കോമ്പോസിഷൻ സ്കീമാണ്. റൂൾ നമ്പർ 4 എഫക്റ്റീവ് ഡേറ്റ് ഓഫ് കോമ്പോസിഷൻ ലെവി. റൂൾ 5 പറയുന്നത് കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓഫ് കോമ്പോസിഷൻ ലെവി. റൂൾ 6 വാലിഡിറ്റി ഓഫ് കോമ്പോസിഷൻ ലെവി. റൂൾ 7 ടാക്സ് റേറ്റ് അണ്ടർ കോമ്പോസിഷൻ ലെവി. ഇത്തരം റൂളുകളാണ് കോമ്പോസിഷൻ ഡീലറെ സപ്പോർട്ട് ചെയ്യുന്ന GST ആക്ടിലെ റൂളുകൾ. താങ്ക് യു. കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. GSTയിലെ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.